പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. സീതയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു ഭർത്താവ് ബിനു പറഞ്ഞത്. ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായത്. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. സീതയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു ഭർത്താവ് ബിനു പറഞ്ഞത്. എന്നാൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായത്. വന്യമൃഗാക്രമണത്തിന്റെ ലക്ഷണങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയില്ല. പീരുമേട് തോട്ടാപുര റിസർവ് വനത്തിനകത്ത് സീത എന്ന സ്ത്രീയെ ആന കൊലപ്പെടുത്തി എന്ന നിലയിൽ ഇന്നലെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവത്തിൽ വനംവകുപ്പിന് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഈ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന സീതയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളൊന്നും തന്നെ സാധാരണ നിലയിൽ കാട്ടാനാക്രമണത്തിൽ കാണപ്പെടുന്ന മുറിവുകളുമായിട്ട് യാതൊരു സാമ്യവുമില്ലായിരുന്നു. മാത്രമല്ല മാരകമായ മുറിവുകളൊന്നും പുറമേ കാണുവാനുമില്ലായിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ മാത്രമല്ല ഈ സീതയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ബിനു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വിവരം വനംവകുപ്പിനെ വിളിച്ച് അറിയിക്കുന്നതും. അതിനെ തുടർന്ന് നമ്മുടെ വനംവകുപ്പ് ജീവനക്കാരാണ് സ്ഥലത്തെത്തി ഇവരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സീതയുടെ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകളുണ്ട്. മുഖത്തും കഴുത്തിലും മൽപിടുത്തത്തിന്റെ പാടുകൾ കണ്ടെത്തി. തലയുടെ വലതുഭാഗം പലതവണ പരിക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചു. തലയുടെ ഇടതുവശത്തും ക്ഷതമുണ്ട്. മരത്തിൽ ഇടിപ്പിച്ചതാകാമെന്നാണ് സൂചന. തലയുടെ പിന്നിൽ പരിക്ക് വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നാണ് കരുതുന്നത്. ഉയർന്ന ഭാഗത്തുനിന്ന് സീത താഴേക്ക് വീണിട്ടുണ്ട്. പാറയിൽ തലയിടിച്ചാണ് വീണത്. ഇടതുവശത്തെ 7 വാരിയെല്ല് ഒടിയുകയും 2 ശ്വാസകോശത്തിൽ കുത്തിക്കയറുകയും ചെയ്തു. വലതുവശത്തെ 6 വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. തൊഴിയേറ്റ ായും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. തലയുടെ വലതുവശത്താണ് കൂടുതൽ പരിക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.